നിങ്ങളെപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ, നമ്മുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുകയാണ്. റോഡിൻ്റെ ആവശ്യത്തിന് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും സ്ഥാപനമായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ വിമാനത്താവളം അതുപോലത്തെ വലിയ കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ സ്ഥലവും നമ്മളെ വീടൊക്കെ സർക്കാർ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് സാമ്പത്തികമായിട്ട് സർക്കാരിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ കിട്ടണം. ഇങ്ങോട്ട് ആ ഒരു പൈസ ഇട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ വിളവ് നശിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഈ ഒരു കാലാവസ്ഥ ഗതി കൊണ്ട് നമ്മളെ വിളവ് നശിച്ച്, അപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് പൈസ ഇങ്ങോട്ട് കിട്ടണം. ഈ ഇങ്ങോട്ടേക്ക് കിട്ടുന്ന ആ ഒരു പൈസക്ക് വേണ്ടി നമ്മൾ ഹാജരാക്കുന്ന രേഖകൾ, ഈ രേഖകൾ അവർ മൊത്തം പരിശോധിച്ചിട്ട് നമ്മളെ അച്ഛൻ്റെയോ അമ്മേൻ്റെയോ നമ്മുടെ പേരിൻ്റെയോ ഏതെങ്കിലും ഒരു ചെറിയൊരു ഇനീഷ്യൽ, അച്ഛൻ്റെ പേരിൻ്റെ അമ്മേൻ്റെ പേരിന് നമ്മുടെ പേരിൻ്റെയോ ചെറിയൊരു ഇനീഷ്യലിൽ, അല്ലെങ്കിൽ തറവാട് പേര്, അല്ലെങ്കിൽ വീട്ടുപേരിൽ, ആധാർ കാർഡ് നമ്പറിൽ എന്തെങ്കിലും തിരുത്ത്, എന്തെങ്കിലും ഒരു കുത്ത്, ഏതെങ്കിലും കാരണവശാൽ ബാങ്ക് അക്കൗണ്ട് മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്ത് ഏതെങ്കിലും ചെറിയൊരു നമ്മളെ അമ്മാൻ്റെ ഒരു പേരിൽ ഒരു ഇനീഷ്യൽ ചെയ്തിട്ടാണെങ്കിൽ ആ പൈസ നമുക്ക് കിട്ടില്ല, സർക്കാർ നമുക്ക് കിട്ടില്ല. നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ഈ ഒരു പൈസക്ക് വേണ്ടി വീണ്ടും നമ്മൾ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങണം. അതേസമയം നമ്മുടെ കയ്യിൽ നിന്ന് സർക്കാരിനേക്ക് കുറച്ച് പൈസ കിട്ടണം, അല്ലെങ്കിൽ ഒരു പിഴ, ഒരു വണ്ടീൻ്റെ ഒരു പെറ്റി കറക്റ്റായിട്ടും വെറും 4 അക്ക സംഖ്യ നമ്മളെ വണ്ടീൻ്റെ ഒരു നമ്പർ മതി, ഇല്ല നമ്മളൊരു മൊബൈൽ നമ്പർ മതി, കറക്റ്റായിട്ട് നമ്മളെ വന്നിട്ട് ആ ഒരു കത്ത് നമ്മളെ വീട്ടിലേക്ക് എത്തും, നമ്മൾ പൈസ അടക്കണം. അഥവാ അടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എത്ര ദിവസമാണെന്നോ ഡിലേ ആയേ, അതിൻ്റെ പിഴ അടക്കം കൂട്ടിയിട്ട് അടക്കും. ഈ നിയമം ഉണ്ടാക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്, ജനങ്ങൾ.